നോബൽ. ഇപ്പോൾ ടി ബി രാമകൃഷ്ണൻ പറയുന്നത് MSCക്ക് കരാർ നൽകുന്നതിൽ, ഓഹരി കൈമാറുന്നതിൽ എതിർപ്പില്ല എന്നുള്ളതാണ്. MSCയുമായി ബന്ധപ്പെട്ട് ഒരു എതിർപ്പുമില്ല എന്നാണ്. പക്ഷേ MSCയുടെ മൊണോപ്പൊളിയാണ് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ നേതാക്കൾ പലതരത്തിൽ പ്രതികരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് നേതാക്കൾ എത്തുമ്പോൾ വ്യത്യസ്ത പ്രതികരണങ്ങൾ. പിണറായി വിജയനാകട്ടെ മിണ്ടാതെ പോവുകയും ചെയ്തു. സ്മൃതി, ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിൽ എന്താണെങ്കിലും ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ടി പി രാമകൃഷ്ണൻ ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഓഹരി കൈമാറ്റത്തിന് CPM എതിരല്ല എന്നാണ്. പക്ഷെ സർക്കാർ അറിഞ്ഞു വേണം ഓഹരികൾ കൈമാറുകയാണെങ്കിൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. നേരത്തെ CPMന്റെ എല്ലാ നേതാക്കളും ചേർന്ന യോഗത്തിലാണ് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് തീരുമാനം എടുത്തത്. നമുക്കറിയാം EP ജയരാജൻ, അതോടൊപ്പം KK ശൈലജ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട നിലപാട്, സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാട് തികച്ചും വ്യത്യസ്തമായിരുന്നു. അവരുടെ വിവാദങ്ങൾ ഏറ്റുപിടിക്കാൻ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അത്തരത്തിൽ CPMൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇല്ല എന്ന് TP രാമകൃഷ്ണനും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടാണ് ഇപ്പോൾ CC യോഗത്തിലേക്ക് അവർ പുറപ്പെട്ടിരിക്കുന്നത്. MV ഗോവിന്ദനും പറഞ്ഞിരിക്കുന്നത് 25% മുകളിൽ ഓഹരി കൈമാറ്റം നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അറിവ് വേണം. അത് ഓഹരി കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. പ്രത്യേകിച്ച് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഓഹരി കൈമാറിയില്ല എന്ന് മുഖ്യമന്ത്രി നേരെ പറഞ്ഞതാണ് നമുക്ക് വിവരമുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഇതുവരെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്ര ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിലും പിന്നീട് മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ സജീവമായി വിവാദത്തിലേക്ക് വന്നതാണ് ഈ മംഗലാപുരം യാത്ര. ആ മംഗലാപുരം യാത്രയാണ് ഇന്നിപ്പോൾ വീണ്ടും CPM ഈ വിഷയത്തിൽ ഒരു ആയുധമാക്കി മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അതിന്റെ ഡീലിന്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നൊക്കെയാണ് MV ഗോവിന്ദൻ ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം CPMന് ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പല നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ നടത്തിയ പ്രതികരണങ്ങളിൽ നമുക്കത് കൃത്യമായി തന്നെ വ്യക്തവുമാണ്. എന്താണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM രണ്ട് തട്ടിലാണെങ്കിലും ഇന്നിപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിയത് പാർട്ടിക്ക് ഒരഭിപ്രായം മാത്രമേ ഉള്ളൂ. ഓഹരി കൈമാറ്റം MSCക്ക് ഓഹരികൾ കൈമാറുന്നതിനെ എതിർക്കുന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ അറിഞ്ഞ് മാത്രമേ ഓഹരി കൈമാറ്റം പാടുള്ളൂ എന്നാണ് ഇതിൽ TP രാമകൃഷ്ണനും MV ഗോവിന്ദനും പ്രതികരിച്ചത്. അതേസമയം മുൻ മുഖ്യമന്ത്രി നേരത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്താണെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവുകയും ചെയ്തില്ല. സ്മൃതി, ശരി. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാനുള്ള കേന്ദ്ര കമ്മിറ്റി 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ ചേരുമ്പോൾ അവിടേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ വന്നു ചേർന്നിരിക്കുന്നു. MV ഗോവിന്ദൻ, TP രാമകൃഷ്ണൻ എന്നിവരുടെ പ്രതികരണം കണ്ടു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കണ്ട പ്രതികരണം അത് TP രാമകൃഷ്ണൻ്റേതാണ്. അത് വളരെ പ്രധാനമാണ്.